ഒരു 10 കാര്യങ്ങൾ എണ്ണി പറയാം എന്ന് വിചാരിക്കുകയാണ്. ആ 10 കാര്യങ്ങൾ ഈ കൊല്ലം ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ തീരുമാനിച്ചാൽ ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യന്മാർ നമ്മളായിരിക്കും. വളരെ ചെറിയ 10 കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ആ വേഗം കൽബിക്ക് കയറുക. അതുകൊണ്ടാണ് ഞാൻ 10 എണ്ണി പറഞ്ഞത്. 11ാമത്തെ ഇല്ലായിട്ടോ 9 ആക്കി ചുരുക്കാൻ പറ്റായിട്ടോ അല്ല. 10 എന്ന് പറയുമ്പോൾ നമ്മൾ കൽബിക്ക് വേഗം കയറും. എണ്ണങ്ങൾ കൽബിലേക്ക് വേഗം കയറും, പ്രത്യേകിച്ച് മനുഷ്യന്മാർക്ക്. മറ്റ് ജീവികൾക്ക് എണ്ണം കയറൂല എന്നാണ്. പൂച്ചക്കുട്ടിനോട് നമ്മൾ പറഞ്ഞാൽ എണ്ണം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മൂരിക്കുട്ടിനോട് പറഞ്ഞിട്ട് എണ്ണം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ മനുഷ്യൻ്റെ കൽബിലേക്ക് എണ്ണം വേഗത്തിൽ കയറും. അതുകൊണ്ട് ഒരു 10 കാര്യം ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നമ്മൾ വലിയ നേട്ടമുള്ള ആൾക്കാരാവും. 1, ബിസ്മി ദായിമാക്കുക. എപ്പോഴും ബിസ്മിയല്ല, എല്ലാ കാര്യത്തിനും ബിസ്മിയല്ല. നല്ലതായ ഹൈറായ മുഴുവൻ കാര്യങ്ങൾക്കും, ഫറലോ സുന്നത്തോ ഹലാലോ ആയ മുഴുവൻ കാര്യങ്ങൾക്കും ബിസ്മി അല്ലെന്ന പതിവുണ്ടാക്കുക. ബിസ്മി അല്ലാതെ തുടങ്ങൽ ശറഅക്കപ്പെട്ട കാര്യമുണ്ട്, അതിന് പിന്നെ ബിസ്മി വേണ്ട. അപ്പൊ ദുആ തുടങ്ങേണ്ടത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്, അത് പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഖുത്ബ തുടങ്ങേണ്ടത് അൽഹംദുലില്ലാ എന്നാണ്, അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. ബിസ്മി അല്ലാതെ നിസ്കാരം തുടങ്ങേണ്ടത് അല്ലാഹു അക്ബർ എന്നാണ്. ഇങ്ങനെ ബിസ്മി അല്ലാതെ ശറഅക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, അതങ്ങനെ തന്നെ. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ബി ബിസ്മില്ലാഹി ഫഹുവ അബ്തറു ശഫീഉനാ റസൂലുള്ളാഹി. ഏത് നന്മയുള്ള കാര്യവും ഒരാൾ ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അത് ഖൈറുള്ളതായി തീരുമെന്നാണ്, ബറക്കത്തുള്ളതായി തീരുമെന്നാണ്. ബിസ്മി ചൊല്ലുന്ന ഏത് കാര്യത്തിനും ബറക്കത്തുണ്ടാവും. അപ്പൊ എല്ലാ കാര്യങ്ങളും ബിസ്മി ചൊല്ലുക എന്ന് നമ്മുടെ ഒരു പതിവാക്കി കൊണ്ടുവരാം. ഞാൻ അതിങ്ങനെ പറയുമ്പോൾ തോന്നും അതൊക്കെ ഇപ്പൊ ചെയ്യലുണ്ട് എന്ന്, പക്ഷെ സംഗതി ഉണ്ടാവില്ല. നമ്മൾ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾക്ക് ബിസ്മി ചൊല്ലലുണ്ട് എന്നുള്ളത് ശരിയാണ്. ഉദാഹരണം, ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ശീലം, ആദത്തിന്റെ ഭാഗമായതും ഇബാദത്തിന്റെ ഭാഗമായതുമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ശീലമായി വന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മൾ കരുതി കൂട്ടി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു കാര്യം കുറെ കാലം കരുതി കൂട്ടി ചെയ്താൽ പിന്നീട് അത് ശീലമാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ മിക്കവാറും ആദ്യം നിസ്കരിച്ചിട്ടുണ്ടാകുക ഒരു മഗ്‌രിബ് നിസ്കാരം, ഉമ്മാൻ്റെ ഒപ്പയിക്കാരം നിസ്കരിച്ചിട്ടുണ്ടാകുക. ഒരു മഗ്‌രിബ് നിസ്കാരം ഉമ്മാൻ്റെ ഒപ്പം ഒന്നുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് നിന്നിട്ട് അങ്ങനെ നമ്മളൊരു മഗ്‌രിബിയാണ് നമ്മൾ മിക്കവാറും ആൾക്കാരൊക്കെ ആദ്യം നിസ്കരിച്ചിട്ടുണ്ടാകുക. അങ്ങനെ ഉമ്മ ആ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയേക്കിന് അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് 3 വട്ടം പറഞ്ഞു. അങ്ങനെ നമ്മളും പറഞ്ഞു. അങ്ങനെ നമുക്കത് പതിവായി, ശീലായി. ഇപ്പം നമ്മൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം 3 വട്ടം അറിയാതെ പറയും. ഇങ്ങനെ നമ്മൾ അറിയാതെ ജീവിതത്തിൽ പറയുന്നതാണ് ശീലങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ആവണം, അത് വേണ്ട തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശീലായാൽ ഒരാൾ മരിക്കുമ്പോൾ ചൊല്ലുന്നതാണ്. ശരിക്ക് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെന്ന് ഒരാൾ നേരത്തെ തീരുമാനിച്ചതുകൊണ്ട് കഴിയൊന്നുമില്ല. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണമെങ്കിൽ ഒരാൾക്ക് എന്തുണ്ടാവുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്ന ഒരു ശീലം വന്നു ചേരണം. കാരണം മരണത്തിൻ്റെ നേരം എന്ന് പറഞ്ഞത് ഹൈറാനിയത്താണ്, പേടിയുള്ള രംഗമാണ്. ആ സമയത്ത് ഒരാൾക്ക് ആലോചിച്ചൊരു കാര്യം ചെയ്യാനൊന്നും പറ്റൂല. ആലോചനയില്ലാതെ ചെയ്യുന്ന കാര്യം, പറയുന്ന കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അപ്പത് അറിയാതാണ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതിന് അറിഞ്ഞ് ധാരാളം പറയണം, അപ്പോൾ അറിയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നു തുടങ്ങും. അങ്ങനെയാണ്. അപ്പൊ ശീലമാവുക എന്നത് നല്ലതാണ്. ഇപ്പൊ മഗ്ഫിറത്തിന്റെ 10 ദിവസമാണ് നമ്മൾ പോണത്. പടച്ചോനെ എനിക്ക് പുറത്തു തരണേ അല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറയേണ്ടതാണ്. പക്ഷേ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിട്ടുള്ള 3 അസ്തഗ്ഫിറുല്ലാഹ് മനസ്സറിഞ്ഞിട്ടല്ലേ നമ്മൾ പലപ്പോഴും പറയാം. അതിങ്ങനെ ചിലപ്പോൾ നമ്മൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല അത് പറഞ്ഞത്. അങ്ങനെ ഉണ്ട് ഉമ്മാൻ്റെ ഒപ്പം അന്ന് പറഞ്ഞത്, അങ്ങനെ നമ്മളങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന ആദത്തിന്റെ ഭാഗമായി വരേണ്ടതാണ്. പക്ഷെ അത് മാത്രം പോരാ, നമ്മുടെ ഇബാദത്തിന്റെ ഭാഗമായിട്ട് വരണമെങ്കിൽ ചില ശ്രദ്ധകൾ അനിവാര്യം ഉണ്ടായാൽ മാത്രം, നമ്മുടെ കൂടെ ഉണ്ടായാൽ മാത്രമാണ് വരിക. അപ്പൊ അതിലൊന്ന് ബിസ്മി ദായിമാക്കുക എന്നതാണ്. എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി അല്ല. ബിസ്മി ചുരുക്കിയിട്ടും ചെല്ലാൻ പറ്റും, നീട്ടിയിട്ടും ചെല്ലാൻ പറ്റും. ബിസ്മി നീട്ടി ചെല്ലുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവൻ ചെല്ലാം. ചുരുക്കി ചെല്ലുമ്പോൾ ബിസ്മില്ലാ എന്ന് മാത്രം ചെല്ലാം. ഹദീസിൽ ചുരുക്കി ചൊല്ലിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ബി ബിസ്മില്ലാഹി ഫഹുവ അബ്തറു.
പിന്നെ ഞാൻ ചുരുക്കി ചൊല്ലിയത് നീട്ടിച്ചൊല്ലാൻ വേണ്ടിയുള്ള പ്രചോദനമാണ് എന്ന് വെക്കുകയാണെങ്കിൽ നീട്ടിയിട്ട് ചെല്ലാം, ഞാൻ അല്ലെങ്കിൽ ചുരുക്കിയിട്ടും ചെല്ലാൻ പറ്റും. മറ്റൊരാൾക്ക് വേണ്ടി ബിസ്മില്ലാണെങ്കിൽ അയാൾ കേൾക്കുന്ന രൂപത്തിൽ ചൊല്ലണം. ഉമ്മ കുട്ടിക്ക് വേണ്ടി ബിസ്മില്ലാണ്, അല്ലെങ്കിൽ വാപ്പ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഭക്ഷണം കൊടുത്തപ്പോൾ വാപ്പാക്ക് വേണ്ടി ബിസ്മില്ലാണ്, എന്നാലത് വാപ്പ കേൾക്കുന്ന തരത്തിൽ ചൊല്ലണം. കുട്ടിക്ക് വേണ്ടി ബിസ്മില്ലാണെങ്കിൽ കുട്ടി കേൾക്കുന്ന തരത്തിൽ ചൊല്ലണം. മറ്റൊരാൾക്ക് വേണ്ടി ചൊല്ലുമ്പോൾ അയാൾ കേൾക്കുന്ന തരത്തിൽ ചൊല്ലണം. അപ്പൊ ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം ബിസ്മി ദായിമാക്കുക. എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി ചൊല്ലുന്ന ഒരു ശീലം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ഒളു ചെയ്യുക, ഒളു ഉണ്ടാക്കുക. എല്ലാ പ്രധാനപ്പെട്ട വിഷയത്തിനും. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതി ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും, അത് ദുന്യവിയായ കാര്യമാണെങ്കിലും ഉഹ്റവിയായ, ഇപ്പോൾ വയലു അറിയാം, ഒളുവോടുകൂടെ വയലു അറിയാം. അങ്ങനെ ഓരോ കാര്യവും, കച്ചവടത്തിന് പോകുകയാണ് ഒളുവോടുകൂടെ പോവുക, കല്യാണ നിശ്ചയത്തിന് പോകുകയാണ് ഒളുവോടുകൂടെ പോവുക, നിക്കാഹിന് പോകുകയാണ് ഒളുവോടുകൂടെ പോവുക. നിക്കാഹിന് പുതിയാപ്പിളാർ ഇറങ്ങുമ്പോൾ ഒതൊക്കെ ഉണ്ടാക്കി ഇറങ്ങുകയൊക്കെ ചെയ്യും. കഴിഞ്ഞിട്ട് അങ്ങോട്ടന്നെ കാര്യം കണ്ട് ഒതു മുറിച്ചിങ്ങാണ്ട് വരും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഒരു ഒന്നും കൂടി ഉണ്ടാക്കിയിട്ട് വന്നാൽ മതി എന്ന് മാത്രം. അപ്പൊ എല്ലാ നല്ല കാര്യങ്ങൾക്കും, ദുന്യവിയാവട്ടെ ഉഹ്റവിയാവട്ടെ, എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മില്ല. ഓട്ടോറിക്ഷയിട്ട് അങ്ങാടിയിൽ ഓടുന്ന ആളാണ്, രാവിലെ ഓട്ടോറിക്ഷ എടുത്തുങ്ങാണ്ട് ഇറങ്ങുമ്പോൾ ഒരു ബിസ്മിയാണ്ട് ഇറങ്ങാം. അങ്ങനെ ഞാൻ എണ്ണി പറയണ എന്തിനാ വെച്ചാല്, എന്നാലേ നമുക്ക് എവിടെയെങ്കിലും ഒരു കുളത്ത് കിട്ടുള്ളൂ. ഇന്നെ പറ്റിയിട്ട് തന്നെ ഇപ്പം പറഞ്ഞെന്ന് തോന്നണം, എന്നാലേ കാര്യം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം ആരെ പറ്റിയിട്ടോ പറയുന്നുണ്ടെന്ന് തോന്നിയിട്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. എനിക്ക് ഇന്നെ പറ്റിയാൻ തോന്നണം, നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയാൻ തോന്നണം, അപ്പോഴാണ് ഈ പറഞ്ഞുകൊണ്ടൊരു കാര്യം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ പീടി ഉറക്കാൻ പോവുകയാണെങ്കിൽ ഒളുവോടുകൂടെ പോയിട്ട് പീടി ഉറക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു ഓഫീസിൽ ജോലിക്ക് പോവുകയാണ് ഒളുവോടുകൂടെ പോവുക. രാവിലെ മദ്രസക്ക് പോവുകയാണ് ഒളുവോടുകൂടെ പോവുക. സ്കൂൾക്ക് പോവുകയാണ് ഒളുവോടുകൂടെ പോവുക. അങ്ങനെ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ ഓരോന്ന്. മരം മുറിക്കാൻ പോവുകയാണ് നമ്മൾ ഒളുവോടുകൂടെ പോവുക. മീൻ കച്ചവടത്തിന് പോവുകയാണ് ഒളുവോടുകൂടെ പോവുക. അല്ലെങ്കിൽ പടവിന് പോവുകയാണ് ഒളുവോടുകൂടെ പോവുക. തേപ്പിന് പോവുകയാണ്, പെയിൻ്റ് അടിക്കാൻ പോവുകയാണ് ഒളുവോടുകൂടെ പോവുക. അങ്ങനെ അങ്ങനെ ഓരോരുത്തരും അവനാനിലേക്ക് ബന്ധപ്പെടുത്തുക. നമ്മളെന്താ ചെയ്യുന്നത് അത് ഒളുവോടുകൂടെ ചെയ്യാം. എന്തായാലും നമ്മൾ നിലവിൽ ചെയ്തിരിക്കുന്നതിനേക്കാൾ പുരോഗതി ഒളുവോടുകൂടെ ചെയ്യുന്നതിനുണ്ടാവും. തുഹറ്, ശുദ്ധി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് ചെയ്ത് അവസാനം എപ്പോഴും ഒളുവുള്ള ആളുകളായിട്ട് മാറണം. ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് എങ്ങനെയാ വെച്ചാൽ പ്രധാന വിഷയങ്ങൾക്കൊക്കെ ഒളു ഉണ്ടാക്കി തുടങ്ങുക. അങ്ങനെ തുടങ്ങി പിന്നെ എല്ലാത്തിനും ഒളു ആവുമ്പോൾ നമുക്ക് സ്ഥിരമായ ഒളുള്ള അവസ്ഥയിലേക്ക് വരും. അങ്ങനെ നമ്മൾ എവിടേക്കെത്തണം വെച്ചാൽ ആവശ്യങ്ങൾക്ക് ഒളുണ്ടാക്കുക എന്നുള്ളിടത്തുനിന്ന് പോയിട്ട് മുറിഞ്ഞ അപ്പം ഒളുണ്ടാക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തണം. അതിനാണ് ഒളു ദായിമാവുക എന്ന് പറയുന്നത്. എന്താ ഗുണം? ഒളുവോടുകൂടെ മരിക്കാൻ പറ്റും. ഒളുവോടുകൂടെ മരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഉറങ്ങുമ്പോൾ ഒളുണ്ടാക്കിയാൽ ഉറങ്ങുന്നവൻ്റെ ഒളു ഉറക്കത്തിൽ മുറിയില്ലെന്നും ഉണർച്ചയിലാണ് മുറിയുന്നത് എന്നാണ്. ഇനി പറയാനുള്ള മൂന്നാമത്തെ കാര്യം അതാണ്. ഉറങ്ങുന്ന സമയത്ത് ദിക്റും സലാത്തും ചൊല്ലുക എന്നുള്ളതാണ് മൂന്നാമത് പറയേണ്ട കാര്യം. ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് ബിസ്മി ദായിമാക്കുക. രണ്ടാമത്തേത് ഒളു എപ്പോഴും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഉണ്ടാകുക. മൂന്നാമത്തെ കാര്യം ഉറങ്ങുന്ന സമയത്ത് ദിക്റും സലാത്തും ചൊല്ലുക. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കുന്നതാണ്. ശരിക്ക് ഉറക്കം മരണത്തിനുള്ള പരിശീലനമാണ്. പഴയ കാലത്തെ ആളുകളെയും പുതിയ കാലത്തെ ആളുകളെയും ഒക്കെ താരതമ്യം ചെയ്താൽ, ഇപ്പം നമ്മളെ ഈ കാലഘട്ടത്തിലുള്ള ആൾക്കാരെയും പഴയ തലമുറയിലുള്ള ആളുകളെയും താരതമ്യം ചെയ്താൽ പുതിയ തലമുറ ഇബാദത്തിൽ മുമ്പിലും ഈമാനിൽ ബാക്കിലുമാണ്. അതേ സമയത്ത് പഴയ തലമുറ ഇബാദത്തിൽ ബാക്കിലും ഈമാനിൽ മുമ്പിലുമാണ്. പഴയ ആൾക്കാർക്ക് നിസ്കാരം നോൽമ്പൊന്നും അങ്ങനെ തന്നെ നമ്മളെ മാതിരി ഉണ്ടായിട്ടില്ല. അല്ല, ഉള്ളതുള്ള മാതിരി പറയാന്നേ ഉള്ളൂ. മുമ്പൊക്കെ പുതിയാപ്പിള സൽക്കാരം ഉണ്ടാവും റമദാൻ മാസത്തിൽ. അപ്പോൾ പുതിയാപ്പിളയും ചങ്ങായിമാരും കൂടിയാണ് സൽക്കാരത്തിന് പോവുക. 20 ആൾ സൽക്കാരത്തിന് പോണേൽ 15 ആൾക്കും പണ്ടത്തെ കാലത്ത് നോലുമ്പുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ അങ്ങനെ പോലില്ല, കുടുംബക്കാരാണ് പോയത്, അതുകൊണ്ട് മാറിയിട്ടുണ്ട്. എന്നാലും നമ്മൾ സങ്കല്പിച്ച് നോക്കുക, പുതിയ കാലത്ത് എല്ലാവർക്കും നോലുമ്പുണ്ട്. ഓട്ടോറിക്ഷൻ്റെ ഡ്രൈവർക്ക് നോമ്പുണ്ട്, ബസ്സിലെ കണ്ടക്ടർക്ക് നോമ്പുണ്ട്, കല്ലുമണ്ടിയിലെ ഡ്രൈവർക്ക് നോലുമ്പുണ്ട്, മീൻ കച്ചവടം ചെയ്യുന്ന ആൾക്ക് നോലുമ്പുണ്ട്, എല്ലാവർക്കും ബംഗാളികൾക്ക് വരെ നോലുമ്പുണ്ട്. നോലുമ്പില്ലാത്ത ആരുമില്ല. അപ്പോൾ പഴയ കാലത്ത് ഇബാദത്തിൽ വളരെ ബാക്കിലാണ്, പക്ഷെ അവർ ഈമാനിൽ വളരെ മുമ്പിലാണ്.
ഒരുപാട് ആൾക്കാർ, പഴയ ആൾക്കാർക്ക് അറിയും, ഒരുപാട് ആൾക്കാർ മരിക്കാൻ നേരത്ത് പാടത്തുനിന്ന് കയറി വന്നിട്ട്, കന്നൂട്ടാണ് ജോലി, പാടത്തുനിന്ന് കയറി വന്നിട്ട് കയ്യും കാലൊക്കെ ഒന്ന് തേച്ചേക്കിയിട്ട് ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിച്ചിട്ട് കട്ടിലും അങ്ങനെ നീണ്ടുവരുന്ന് കടന്നിട്ട് അടുത്ത പെരേക്ക് കേൾക്കണ തരത്തിൽ ഉറക്ക കെലിമല്ലിയിട്ടാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. ഇബാദത്ത് അവർക്ക് വളരെ കുറവായിരുന്നു, പക്ഷേ ഈമാനിൽ അവിടെ വളരെ മുമ്പിലായിരുന്നു. പുതിയ തലമുറ ഇബാദത്തിൽ ഒരു കുറവുമില്ല. ഒരു വള മുഴുവൻ വിൽക്കണ്ട ഉംറക്ക് പോകാൻ, ഒരു വളൻ്റെ പകുതി വിറ്റാൽ ഉംറക്ക് പോകാം. അതുകൊണ്ട് ഉംറ ചെയ്യാത്തവരാരുമില്ല, ഹജ്ജ് ചെയ്യാത്തവർ വളരെ കുറവാണ്. ഒരു ഉംറ ഒന്നുമല്ല, പോകുന്നതാണ് പരിപാടി. സ്വതക്ക കൊടുക്കാത്തവർ വളരെ കുറവാണ്, നമസ്കരിക്കാത്തവർ വളരെ കുറവാണ്, ജുമാക്ക് പോകാത്തവർ വളരെ കുറവാണ്, നോൽമ്പൊരുക്കാത്തവർ വളരെ കുറവാണ്. പക്ഷെ ഒരുപാട് ആൾക്കാർ മരിക്കണേ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര ആളുകൾ കെലിമ ചൊല്ലി മരിച്ചു എന്ന് ചോദിച്ചാൽ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയേണ്ടി വരും. അതിന് മറുപടി പറയാൻ കിട്ടൂല, കുറച്ച് പ്രയാസം ഉണ്ടാവും. ഈമാനിലാണ് ബാക്കിലായത്, ഇബാദത്തിൽ നമ്മൾ മുമ്പിലെത്തിയിട്ടുണ്ട്. അപ്പൊ പഴയ തലമുറയെയും പുതിയ തലമുറയും താരതമ്യം ചെയ്യുമ്പോൾ ഈമാനിൽ അവർ മുൻപന്തിയിലാണ് നിൽക്കുന്നത് കാണാം. എന്തുകൊണ്ട്? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുമില്ലെങ്കിലും വൈകുന്നേരം വന്നാൽ കയ്യും കാലൊക്കെ നല്ലോണം തേച്ചക്കിയിട്ട് ചിലപ്പോൾ ലോറും അസറും മഗ്‌രിബ് ഇശയൊക്കെ കൂടി ഒന്നിച്ച് നിസ്കരിക്കും. പഴയ ഇനിയിപ്പം നാളെ മുതൽ അങ്ങനെ ആക്കാൻ തീരുമാനിക്കാനല്ല കേട്ടോ, മുമ്പ് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞതാണ്. ലോറും അസറും മഗ്‌രിബൊക്കെ കൂടി ഒന്നിച്ചാണ് നിസ്കരിച്ചിട്ട് കയ്യും കാലൊക്കെ ഒന്ന് ഉഷാറായി തേർച്ചേകി ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ മരിച്ചവർക്കൊക്കെ യാസീനോ തോർന്ന് ഹദ്ദാദ് റാത്തീബൊക്കെ ചൊല്ലി ഇശാ നിസ്കരിച്ച്, ഇശാ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് മൂത്രമൊഴിച്ച് ഒന്നും കൂടി ഒതുണ്ടാക്കി കടക്കാൻ ചെന്നാൽ ദിക്റും സലാത്തൊക്കെ ചൊല്ലിയിട്ട് വളരെ മനോഹരമായി അവർ ഉറങ്ങുമായിരുന്നു എന്നതാണ് ഈമാനോടുകൂടെ മരിച്ചതിൻ്റെ കാരണം. എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. കാരണം നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിശീലിക്കുന്നത് ഉറങ്ങാനാണ്. 40 വയസ്സ് വരെ ജീവിച്ചാൽ 20 കൊല്ലം രാത്രിയാണ്. അതിൽ മിക്കവാറൊക്കെ നമ്മൾ ഉറങ്ങിക്കാറ്. അതിൻ്റെ പുറമെ റമദാൻ മാസത്തിൽ പകലിൽ ഉറങ്ങേണ്ട, അല്ലാത്തപ്പോഴും പകലിൽ ഉറങ്ങേണ്ടത്. അപ്പോൾ ജീവിതത്തിൻ്റെ ഭൂരിഭാഗ സമയം നമ്മൾ ചെയ്യുന്നത് ഉറക്കാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന എന്താണോ അത് മരിക്കുമ്പോൾ ചെയ്യുന്ന. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പരിശീലനം നേടുന്നത് ഉറങ്ങാനാണ്. അതിനാൽ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം, ഉറങ്ങുമ്പോൾ ദിക്റും സലാത്തും ചൊല്ലുക എന്നതാണ്. ഒതുണ്ടാക്കണം ഉറങ്ങുമ്പോൾ. ഉറങ്ങുന്നവന്റെ ഉറക്കത്തിൽ മുറിയൂല, ഉണർച്ചയിലാണ് മുറിയുന്നത്. ഒരാൾ ഉറങ്ങുമ്പോൾ ഒതുണ്ടാക്കി, ആ ഉറക്കത്തിലല്ല, എപ്പോഴാണോ ഉണരുന്നത് അപ്പോൾ മുറിയും. അപ്പം അയക്കുന്ന ഒതുണ്ടാക്കണം. നമ്മൾ മയ്യത്തിന് ഒതുണ്ടാക്കി കൊടുക്കും. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഒതുണ്ടാക്കി കൊടുത്താൽ മയ്യത്തിൽ നിന്ന് മലമോ മൂത്രമോ എന്തേലും വരികയോ ആവറത്ത് തൊടുകയോ എന്തേലും ചെയ്താൽ രണ്ടാമത് ഒതുണ്ടാക്കി കൊടുക്കണ്ട. കാരണം മയ്യത്തിൻ്റെ ഒതു മുറിയില്ല. എന്താ കാരണം? മയ്യത്ത് ഉണരുന്നില്ല എന്നുള്ളതാണ്. ഒരാൾ ഉറങ്ങി, ആ ഉറങ്ങുമ്പോൾ അയാൾക്ക് ഒതുണ്ട്, ഉറക്കത്തിൽ അയാൾക്ക് കീഴ്വായി പോയി, അതുകൊണ്ട് ഒതു മുറിഞ്ഞിട്ടില്ല. കീഴ്വായി പോയിട്ടില്ല, എന്നാലും ഉണരുമ്പോൾ മുറിയും ചെയ്യും. അപ്പോൾ ഉറങ്ങുന്നവന്റെ ഒതു ഉറക്കത്തിലല്ല മുറിയുന്നത്, ഉണർച്ചയിലാണ്. അതുകൊണ്ട് ഉറങ്ങുമ്പോൾ ഒതുണ്ടാക്കിയാൽ ആ ഉറക്കം കഴിയുന്നത് വരെയും അയാൾ ഒളുവിലായിരിക്കും. ആ ഉറക്കത്തിൽ മരണപ്പെട്ടാൽ അയാൾ ഒളുവോടുകൂടെയായിരിക്കും മരിക്കുന്നത്. അതുകൊണ്ട് ഒളുവിനെ ജീവിതത്തിൽ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം ദിക്റും സലാത്തും കിടക്കുമ്പോൾ ചൊല്ലുക എന്നതാണ്. ഇതുപോലെ ഉറങ്ങുന്നവന്റെ ദിക്ർ ഉറക്കത്തിൽ മുറിയൂല എന്നും ഉണർച്ചയിലാണ് മുറിയുന്നത് എന്നുമാണ്. ഒരാളിങ്ങനെ ഉറങ്ങാൻ കടന്നു, ദിക്ർ ചൊല്ലി അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇങ്ങനെ ചൊല്ലി അങ്ങനാണ്ട് ഉറങ്ങി, ആ ഉറക്കത്തിൽ അവൻ ദാക്കിറാണ്. ആ ഉറക്കത്തിലും അവൻ ദാക്കിർ തന്നെയാണ്. അവന്റെ ദിക്ർ മുറിയുന്നത് ഉണർച്ചയിലാണ്. അതുകൊണ്ട് ഉണരുമ്പോൾ അവൻ അയക്കുന്ന ദിക്ർ ചൊല്ലണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ എന്നാണ് ഉറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ എന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ ദിക്റുകൾ. ഒരു ഫാത്തിഹ ഉറങ്ങുമ്പോൾ ചൊല്ലണം. ഒരു ഫാത്തിഹ, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഒരു ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. അത് കയ്യിൽ ഊതുക. തല മുതൽ കാല് വരെ മൊത്തത്തിൽ കൈ എത്തുന്ന എല്ലാ സ്ഥലത്തും ഒന്ന് തടവുക.
ഒന്നും കൂടിയും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുല്ലദ് റബ്ബിൽ ഫലക്ക്, ഖുല്ലദ് റബ്ബിൻ നാസ് ഓതുക. കയ്യിലൂതി തല മുതൽ കാല് വരെ തടവുക. ഒരു പ്രാവശ്യം കൂടിയും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുല്ലദ് റബ്ബിൽ ഫലക്ക്, ഖുല്ലദ് റബ്ബിൻ നാസ് തല മുതൽ കാല് വരെ തടവുക. ഒരു ആയത്തുൽ കുർസി ഓതുക. 33 സുബ്ഹാനല്ലയും 33 അൽഹംദുലില്ലയും 34 അല്ലാഹു അക്ബറും ചൊല്ലുക. ബിസ്മി ചൊല്ലിയിട്ട് കിടക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മൊബൈൽമ കളിക്കാതെ ഉറങ്ങുക. ഇങ്ങനെയാണ് ഉറങ്ങണ്ടേ. മൊബൈൽമ കളി കഴിഞ്ഞിട്ട് കിടന്നാൽ മതി. എത്ര നേരം കളി ഉണ്ടെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഒക്കെ കഴിഞ്ഞിട്ട് കിടന്നാൽ മതി. കിടന്നിട്ട് പിന്നെ കളിക്കണ്ട. എന്താ കാരണം? അത് കളിച്ചാണ്ടാണ് മരിച്ചേണ്ടി വരും. അതന്നെ കുഴപ്പം. എങ്ങനെയാണ് ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. എങ്ങനെയാണ് ഒരാൾ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കുമെന്നാണ്. മരണത്തിൻ്റെ പരിശീലനമാണ് ഉറക്കം. ഉറക്കം എന്ന് പറയുന്നത് ചെറിയ മരണമാണ്. മൗത്ത് എന്ന് പറയുന്നത്, നൗം എന്ന് പറയുന്നത് ചെറിയ മരണവും മൗത്ത് എന്ന് പറയുന്നത് വലിയ മരണവുമാണ്. ചെറിയ മരണം വലിയ മരണത്തിൻ്റെ പരിശീലനമാണ്. അതിനാൽ കിടന്നതിന് ശേഷം പിന്നെ ഫോണുമ്മ കളിക്കരുത്. കളി കഴിഞ്ഞിട്ട് കിടന്നാൽ മതി. ബിസ്മി ചൊല്ലിയിട്ട് കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ഉറങ്ങിയാൽ, ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടാൽ അവൻ്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും. മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ബിസ്മി ദായിമാക്കുക. രണ്ടാമത്തെ കാര്യം എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കും ഒതുണ്ടാക്കുക. മൂന്നാമത്തെ കാര്യം ഉറങ്ങാൻ സമയത്ത് ദിക്റും സ്വലാത്തും ചെല്ലുക. നാലാമത്തെ കാര്യം നേരത്തെ എഴുന്നേൽക്കുക. എത്ര നേരത്തെ കിടന്നാലും ഒരു കുഴപ്പമില്ല. പക്ഷേ വൈകി എഴുന്നേൽക്കുക എന്നത് നല്ല ശീലമല്ല. കുട്ടികളും ഗർഭിണികളും ആബിദീങ്ങളും, സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ, ആബിദീങ്ങളായ മനുഷ്യന്മാർ, കുട്ടികൾ, ഗർഭിണികൾ, ഇങ്ങനെ 3 വിഭാഗം ആളുകൾ നേരത്തെ എഴുന്നേൽക്കുന്നവരായിരിക്കുന്നതാണ്. കുട്ടികളെ എഴുന്നേൽക്കാൻ കാരണം എന്താ വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ സ്വാലിഹീങ്ങൾ കുട്ടികളാണ്. ദുആക്ക് ഇജാബത്തുള്ളവരാണ്, ഒരു തെറ്റുമില്ലാത്തവരാണ്, ഹിസാബില്ലാത്തവരാണ്, അസ്ഹാബുൽ അറാഫാണ്. അവർ വളരെ പ്രധാനപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് കുട്ടികൾ അവർ സ്വലാഹിയത്തിൻ്റെ അഹ്ലുകാരാണ്, നന്മയുടെ അഹ്ലുകാരാണ് എന്നതുകൊണ്ടാണ് കുട്ടികൾ ഉണരുന്നതിൻ്റെ കാരണം. ഗർഭിണികൾ നേരത്തെ ഉണരും. അതിൻ്റെ കാരണം പള്ളയിലുള്ള കുട്ടി തന്നെയാണ്. കുട്ടികൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് ഗർഭിണികൾ ഉണരുന്നത്. പിന്നെ ലോകത്തെ എല്ലാ സ്വാലിഹ്യങ്ങളും നേരത്തെ എഴുന്നേൽക്കും. സുബീൻ്റെ മുമ്പ് എഴുന്നേൽക്കാത്തൊരു ഔലിയപ്പാപ്പാനെ തെരഞ്ഞ കാണൂല. അങ്ങനെ ഒരു ഔലിയപ്പാപ്പ ഉണ്ടെങ്കിൽ അതൊട്ട് ഔലിയപ്പാപ്പട്ട അല്ലേനോ. സുബീൻ്റെ മുമ്പ് എഴുന്നേൽക്കാത്ത ഒരു സ്വാലിഹായ മനുഷ്യൻ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നത് ശീലമാക്കണം. അതിൻ്റെ അനുബന്ധമാണ് ഉദയത്തിന് മുമ്പ് ഉറങ്ങാതിരിക്കണം. മനുഷ്യൻ്റെ ബർക്കത്ത് നഷ്ടപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് കുറേ ഉണ്ട്, പക്ഷെ ഉള്ളതിനൊരു ബർക്കത്തും ഇല്ല. എന്താ കാരണം? മനുഷ്യൻ്റെ ബർക്കത്ത് നഷ്ടപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുബഹി നിസ്കരിച്ചതിന് ശേഷം ഉദയത്തിന് മുമ്പ് ഉറങ്ങുക എന്നത്. ഗൾഫേർക്കൊക്കെ ഉള്ള വലിയൊരു ശീലാണത്. സുബഹികരിച്ച് കണ്ട് അങ്ങനെ തന്നെ ഉറങ്ങാം, പക്ഷെ സൂര്യൻ ഉദിച്ചതിന് ശേഷം. സൂര്യൻ ഉറക്കം ആവശ്യമുണ്ടെങ്കിൽ ഉറങ്ങണതിന് കുഴപ്പമൊന്നുമില്ല. രാത്രി ഉറക്കം വെച്ച ആൾക്കാർക്ക് പ്രഭാതത്തിൽ പുലർച്ചെ ഉറങ്ങാം. പക്ഷെ അത് സൂര്യൻ ഉദിച്ചതിന് ശേഷമായിരിക്കണം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരാൾ ഉറങ്ങുക എന്നത് ജീവിതത്തിലെ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. അപ്പൊ രാവിലെ എഴുന്നേൽക്കുക എന്നതിൻ്റെ അനുബന്ധമാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉറങ്ങാതിരിക്കുക എന്നത്. എത്ര നേരത്തെ ഉറങ്ങിയാലും അത്രയും നല്ലതാണ്, ഒരു കുഴപ്പമില്ല. നമ്മൾ ചെയ്യാൻ എന്താ വെച്ചാൽ വളരെ നേരം വൈകി ഉറങ്ങിയിട്ട് നേരം വൈകി എഴുന്നേൽക്കും ചെയ്യും. ശരിക്കും നേരെ ഓപ്പോസിറ്റാണ് വേണ്ടത്. നേരത്തെ ഉറങ്ങി എത്ര നേരത്തെ എഴുന്നേറ്റാലും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം വ്യക്തിപരമായും കുടുംബപരമായും കൊണ്ടുവരണം. കുടുംബനായിട്ട് എങ്ങനെ കൊണ്ടുവരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാപ്പ അല്ലെങ്കിൽ വല്ലിപ്പ നീച്ചാൽ അപ്പ പെരത്തെ എല്ലാ ലൈറ്റും ഓണാക്കുക. അപ്പോൾ പിന്നെ കുട്ടികൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നീച്ച് ശീലമായിക്കോളും. നമ്മൾ ലൈറ്റ് ഓണാക്കാൻ മടിച്ചാൽ അപ്പം നീച്ചൽ അങ്ങനെ ബാക്കിലേക്കാവും. ആ മാസ്റ്റർ സ്വിച്ചാണ് ഇട്ടാൽ മതി, എന്നാൽ എല്ലാ ലൈറ്റാണ് കത്തിക്കോളും. അതിമ്മ പിന്നെ കുറച്ച് കറണ്ടാണ് ചിലവ്, പോയി പണിയൊക്കട്ടെ നോക്കുക. അല്ലാതെ ഇപ്പം എന്താ
രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം. വിളിക്കാനൊക്കെ ചിലപ്പം പറ്റിക്കോണമെന്നില്ല, മരുക്കളൊക്കെ ആകുമ്പോൾ വിളിക്കലൊക്കെ ബുദ്ധിമുട്ടാവും. ലേറ്റ് ഇട്ടാലിപ്പോൾ തല്ലാൻ വരുമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ലേറ്റ് ഇടന്നെ. എല്ലാം തട്ട് രാവിലെ എഴുന്നേൽക്കുന്ന ശീലം വീട്ടിൽ കൊണ്ടുവരിക എന്നുള്ളത് വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നേരത്തെ എഴുന്നേൽക്കുക എന്നതാണ്. അഞ്ചാമത്തെ കാര്യം, നമ്മളെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല നോക്കുക എന്നുള്ളതാണ്. ലോകത്ത് ആരെക്കൊണ്ടും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതിയാലൊന്നും നടക്കൂല. അത് നമ്മൾ കരുതിയിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ കൊണ്ടൊരു മനുഷ്യന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുക എന്നതാണ്. വാക്കാലോ പ്രവർത്തിയാലോ നമ്മളെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുക. നമ്മളെ കൊണ്ടൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുക എപ്പോഴാണ്? ഒന്ന് ദേഷ്യം വന്നാലാണ്. മനുഷ്യന് 20 അടിസ്ഥാന സ്വഭാവങ്ങളുണ്ട് എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. 20 അടിസ്ഥാന ഗുണങ്ങൾ മനുഷ്യന്, 20 അടിസ്ഥാന സ്വഭാവങ്ങളുണ്ട്. ആ 20 കാര്യങ്ങളും നല്ല നിലയിലും ഉപയോഗിക്കാൻ പറ്റും, ചീത്ത നിലയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നാണ്. പക്ഷെ നല്ല നിലയിൽ ഉപയോഗിക്കണം. അതിൽപ്പെട്ടതാണ് ദേഷ്യം. ദേഷ്യം ആവശ്യമായി വരുന്ന അപൂർവമായ ചില സന്ദർഭങ്ങളുണ്ട്. അതിനാണ് വൽ ബുഗ്ളു ഫില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞത്. ഉദാഹരണമായിട്ടൊരു യുദ്ധം നടക്കാന്ന് വിചാരിക്കുക. ഒരാളെ വെട്ടാൻ പോവുകയാണ്. ഇങ്ങനെ പോയപ്പോൾ ആ വെട്ട് നടക്കുമല്ലോ, അതിൻ്റെ ഒരു ഉഷറൊക്കെ അതിന് വേണം, അപ്പോഴെല്ലാം വെട്ട് നടക്കുള്ളൂ. അപ്പോൾ ദേഷ്യം ചില സമയത്ത് ആവശ്യമുണ്ട്. അതിനാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മുടെ ദേഷ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ല, ദേഷ്യപ്പെട്ടിട്ട് പിന്നെ അള്ളാഹിൻ്റെ മാർഗത്തിലാണെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കാര്യമില്ല, ആദ്യം തന്നെ അങ്ങനെ ആയിരിക്കണം. ഒരിക്കലെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ മലമ്പ്രദേശത്ത് താമസിക്കുന്ന ഒരു സ്വഹാബി വന്നു. ഇസ്ലാം സ്വീകരിച്ച ആളാണ്. ആടിനെ നോക്കി മലയുടെ താഴ്വാരത്ത് താമസിച്ചിരുന്ന ഒരാളാണ്. മുത്തുനബിയുടെ ഹദറത്തിൽ വന്ന സദസ്സിൽ കുറേ സമയം ഇരുന്നതിന് ശേഷം പോകാൻ സമയത്ത് അയാൾ നബിതങ്ങളോടൊരു ചോദ്യം ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂലേ, ഇസ്ലാം ദീന് പറഞ്ഞപ്പോൾ എന്താന്ന് ചോദിച്ചു. മുസ്ലിമായ ആൾ തന്നെയാണ്. പിന്നെ ഇപ്പം എന്താ ചോദ്യം എന്ന് ചോദിച്ചാൽ അതിൻ്റെ മൂപ്പർക്ക് എന്താണ് ഉദ്ദേശം എന്താ വെച്ചാൽ, ഒന്നിങ്ങനെ എപ്പോഴും വരാൻ കഴിയൂല, കുറേ ആടുകളൊക്കെ ഉള്ളതാണ്, നോക്കാരയിൽ ഏൽപ്പിച്ചിട്ട് വേണം പോരണമെങ്കിൽ. അപ്പം അതുകൊണ്ട് ഒന്ന് ആറ്റിക്കുറുക്കിയിട്ടൊന്ന് പറഞ്ഞു തരീന്നാണ് ഇപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം. പിന്നെ വേറെ ഒന്നുമുണ്ട്, നാട്ടിൽ ചെന്നിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇസ്ലാം ദീനിനൊന്ന് പരിചയപ്പെടുത്തി തരണം എന്നാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്, ഇസ്ലാം ദീന് പറഞ്ഞാൽ സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു. മൂപ്പര് വിചാരിച്ചൊരു മറുപടി അതിന് കിട്ടിയിട്ടില്ല. മൂപ്പര് വിചാരിച്ച മറുപടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ പോയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും പറയാൻ മാത്രം വേണ്ടേ. ആൾക്കാരോട് ഇസ്ലാം ദീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇസ്ലാം ദീൻ പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അമ്മാ ബഅദ് അദ്ദീനു ഹുസ്നുൽ ഖുലുഖി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർത്താനാവില്ലല്ലോ ഇപ്പോൾ അത്. അപ്പോൾ അതുകൊണ്ട് മൂപ്പർക്ക് ആവശ്യമായ സംഗതി കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു കുറേ സമയം. കുറേ കഴിഞ്ഞിട്ട് നബി തങ്ങളത് മറന്നിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് പിന്നെ നീച്ചിട്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, ഇസ്ലാം ദീൻ എന്നാൽ എന്താണെന്ന് ചോദിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അങ്ങനെ മറക്കണ ആളൊന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പഴയ മറുപടി തന്നെ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്, ദീൻ എന്നാൽ സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ അവിടെ തന്നെ ഇരുന്നു. കുറേ സമയം കഴിഞ്ഞ് മൂന്നാമതും ആവർത്തിച്ചു, മദ്ദീനു യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, ഇസ്ലാം ദീൻ എന്നാൽ എന്താണെന്ന് ചോദിച്ചു. മൂന്നാമതും പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്നാൽ സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും കിട്ടൂല എന്ന് ഉറപ്പായി. ഇന്നിപ്പോൾ ഇതേ കിട്ടുള്ളൂ, ഇനി എത്ര ചോദിച്ചാലും ഇന്ന് ഇതേ കിട്ടുള്ളൂ എന്ന് ഉറപ്പായപ്പോൾ അയാൾ പോകാൻ വേണ്ടി ഒരുങ്ങി. പോകാണ് എന്ന് കണ്ടപ്പോൾ മുത്തുനബി ഇങ്ങോട്ട് തന്നെ വിളിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ വാജു പോവുക. വമാ ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവം എന്നാൽ എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇസ്ലാം ദീന് പറഞ്ഞാൽ സൽസ്വഭാവമാണ്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണോ എന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ലാഹു റസൂലു ആലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞു. ലാ തഗ്ലബ് അഹദ, നിനക്ക് ആരോടും ദേഷ്യം വരാതിരിക്കുന്നതിൻ്റെ പേരാണ് സൽസ്വഭാവം. നമ്മളെ നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ അനക്ക് ഈറ പിടിച്ചാതിരിക്കണതിനാണ് സൽസ്വഭാവം എന്ന് പറഞ്ഞത്. നമ്മളെ പറ്റി ഒന്ന് ആലോചിക്കാം.
സ്വാഭാവികമായിട്ടും അവസാനത്തെ പത്തേക്ക് കിടന്നാൽ ഈറ കൂടും. അങ്ങനെയാണ്. അവസാനത്തെ പത്തേക്ക് റമദാൻ പകുതി കഴിഞ്ഞ് അവസാനത്തേക്ക് വെച്ചാൽ പിന്നെ ദേഷ്യം ഇങ്ങനെ കൂടി കൂടി വരിക. പിന്നെ കണ്ടതിനൊക്കെ ദേഷ്യം. ഫാൻ ഇട്ടാലും പറ്റൂല, ഫാൻ ഇട്ടില്ലെങ്കിൽ പറ്റൂല, എ സി ഇട്ടാൽ പറ്റൂല, എ സി ഇട്ടില്ലെങ്കിൽ പറ്റൂല, ചായയിൽ ചൂട് ഏറിയാൽ പറ്റൂല, ചൂട് കുറഞ്ഞാൽ പറ്റൂല, കറിയിൽ ഇപ്പം ഏറിയാൽ പറ്റൂ. ഇങ്ങനെ എല്ലാവരും അവനെ പറ്റി ആലോചിക്കുക. നമുക്ക് ഈറ പിടിച്ചിട്ടുണ്ടോ? നമ്മൾ സൽസ്വഭാവിയല്ല. അല്ല, നമുക്ക് ഈറ വരുന്നില്ല, എന്നാലോ നമ്മൾ സൽസ്വഭാവിയാണ്. ഒരു അവനാനെ പറ്റി ആലോചിക്കാനുള്ളതാണ്. അല്ലാതെ ഇത് പറയുമ്പോഴുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ അപ്പോൾ പിന്നെ മൂപ്പരൊന്നും സൽസ്വഭാവം മൂപ്പരിലേക്കാണ് ആലോചിക്കുക, അവനിലേക്ക് നമ്മൾ ആലോചിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ മറ്റൊരാളെ പറ്റി ആലോചിച്ചിട്ടൊരു പ്രയോജനമില്ല. നമ്മളെ പറ്റി ആലോചിക്കാം. ഞമ്മക്ക് ഈറ വരുന്നുണ്ടോ? നമ്മൾ സൽസ്വഭാവിയല്ല. ഞമ്മക്ക് ഈറ വരുന്നില്ലേ? നമ്മൾ സൽസ്വഭാവിയാണ്. അതാണ് ലാ തഗ്ളബ് അഹദ. നിനക്കാരോടും. അപ്പം നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമുക്ക് ദേഷ്യം വന്നാലാണ്. എന്നെ ആർക്കും ദേഷ്യം പിടിപ്പിക്കാൻ കഴിയില്ലെന്ന് ഞാൻ തീരുമാനിച്ചാൽ എന്നെ ആർക്കും ദേഷ്യം പിടിപ്പിക്കാൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് കഴിയണത്? നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചു വെച്ചിട്ടാണ്. ഞാനേ വാപ്പല്ലിപ്പായിട്ട് വലിയ ദേഷ്യമുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് ദേഷ്യം പിടിക്കുമെന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചു വെച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഈറ വരുന്നതിൻ്റെ കാരണം. എനിക്ക് പ്രഷർ കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് നല്ലോണം ദേഷ്യം വരുമെന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ പ്രഷറിൻ്റെ കുറേ ബുക്കുകൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. എവിടെയെങ്കിലും പ്രഷർ കൂടിയാൽ ഈറൊടിച്ചൊന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പ്രഷർ കൂടിയതുകൊണ്ട് ദേഷ്യം വരുമെന്ന് എവിടെയും കണ്ടിട്ടില്ല. അതൊരു ന്യായം പറച്ചിലാണ് യഥാർത്ഥത്തിൽ. അതൊക്കെ മനുഷ്യന്മാരെ മേക്കെട്ട് കയറാനുള്ള ഐഡിയ എന്നല്ലാതെ ഒന്നുമല്ല. ഞാൻ ഒരുപാട് ബുക്ക് വായിച്ചിട്ടുണ്ട്. ഇതുണ്ടോ നോക്കാനായിട്ട് നെറ്റിലൊക്കെ കുറേ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സംഭവം ഇല്ല കേട്ടോ. പ്രഷർ കൂടിയാൽ ഈറ വരുന്ന എവിടെയില്ല. അത് നമ്മളാദ്യം തീരുമാനിച്ചതാണ്. എനിക്ക് പ്രഷർ കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് ഈറ വരുന്ന ആദ്യം തീരുമാനിച്ചു വെച്ചിട്ട് പിന്നെ നമുക്ക് ഈറൊടിക്കുമ്പോൾ പ്രഷർക്ക് അങ്ങനെ വരവെക്കാണ്. അങ്ങനെ സംഭവമില്ല. അതുകൊണ്ട് എന്നെ ആർക്കും ദേഷ്യം പിടിപ്പിക്കാൻ കഴിയില്ലെന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ദേഷ്യം പിടിപ്പിക്കാൻ കഴിയില്ല. ദേഷ്യം വന്നാലാണ് പെരുമാറ്റം മോശമാകുക. അതുകൊണ്ട് നമ്മളെ കൊണ്ടാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതിരിക്കണം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മനുഷ്യരുടെ അഭിമാനത്തെ പിച്ചി ചീന്താതിരിക്കണം. അത് നമ്മളെ കൊണ്ട് വേറെ ആൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഒരു മനുഷ്യൻ്റെ അഭിമാനം. ഹജ്ജത്തുൽ വദാ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഹജ്ജ്. വിടവാങ്ങൽ പ്രസംഗം നടത്തിയ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ഇസ്ലാം പൂർത്തിയായി എന്ന ആയത്തിറങ്ങിയ ഹജ്ജാണ് ഹജ്ജത്തുൽ വദാ. ആ ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാഷണത്തിൽ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും നിങ്ങൾക്കിടയിൽ പരസ്പരം ഹറാമാണ്. ഈ ദിവസം, ഈ മാസം, ഈ സ്ഥലം അതിനുള്ള പവിത്രത പോലെ. ദുൽഹിജ്ജ 9 അറഫ ദിവസത്തിൽ അറഫയിൽ വെച്ചായിരുന്നു ആ പ്രസംഗം നടന്നത്. അറഫയിൽ ദുൽഹിജ്ജ 9 ഈ ദിവസത്തിൽ, ഈ മാസത്തിൽ, ഈ സമയത്തിൽ എത്രമാത്രം പ്രത്യേകതയുണ്ടോ അതിനേക്കാൾ പ്രത്യേകത മനുഷ്യരുടെ അഭിമാനത്തിനുണ്ട് എന്നാണ്. അതുകൊണ്ട് 2 ബോധങ്ങൾ ഒരു മനുഷ്യനുണ്ടായിരിക്കണം എന്നാണ്. ഒന്ന്, നമ്മുടെ അഭിമാനത്തെക്കുറിച്ചുള്ള ബോധവും. 2, മറ്റൊരാളുടെ അഭിമാനത്തെക്കുറിച്ചുള്ള ബോധവും. ഒന്ന്, ഞാൻ ആരാണ് എന്ന തിരിച്ചറിവ്. ഒന്ന്, മറ്റുള്ളവർ ആരാണ് എന്ന തിരിച്ചറിവ്. ആദ്യം വേണ്ടത് ഞാൻ ആരാന്ന് ഓരോരുത്തരും അറിയണം. അവനെ പറ്റിയിട്ട് ആദ്യം അറിയണം ഞാൻ ആരാണ്. ഇപ്പം ഞാൻ ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂര്, ഞാനൊരു ദിവസം നല്ല ടൈറ്റുള്ള ഒരു ജീൻസ് പാൻറ്റും ആ ജിമ്മിന് പോണവരൊക്കെ ഇടണമായിരുത്ത ഒരു ജീൻസിൻ്റെ ഒരു പിന്നെ നല്ലൊരു ബനിയൻ, ഒരു കുപ്പായ, ഒരു ടീഷർട്ടും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങാടി കൂടെ രാവിലെ അങ്ങനെ നടക്കാൻ ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? സംഗതി ഹറാമൊന്നും ആവൂല. അങ്ങനെ ഇശ്റാഖ് നിസ്കാരം പള്ളി കയറി കണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവാതിരിക്കൂല. പക്ഷെ അങ്ങനെ അങ്ങാടി കൂടെ നടന്നാൽ അടുത്തുള്ള ഹുത്ത് ബോധാൻ വേറെ ആളെ നോക്കേണ്ടി വരും. കാരണം എന്തേ? അത് നമ്മളെ നിലവാരത്തോട് യോജിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഒരു മനുഷ്യൻ ആദ്യം മനസ്സിലാവേണ്ടത് ഞാൻ ആരാകുന്നു എന്നുള്ളതാണ്. ഇതാണ് ആദ്യം മനസ്സിലാവേണ്ട കാര്യം. അത് മനസ്സിലായതിന് ശേഷം മറ്റുള്ളവർ ആരാണെന്ന് മനസ്സിലാവണം. ആദ്യത്തെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും, ബഹുമാനപ്പെട്ട ഞാൻ ആരാന്ന് വേഗം മനസ്സിലാവും. പക്ഷെ രണ്ടാമത്തെ അങ്ങനെ തന്നെ മനസ്സിലാവില്ല. മറ്റുള്ളവർ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ബോധമായിരിക്കണം.
നമുക്ക് നാടനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മളെ ജനറൽ ബോഡി നടക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ എന്ത് ഉദാഹരണം പറഞ്ഞാലും ഇപ്പോൾ ഈ നാട്ടിലേക്കാവുള്ളൂ, കാരണം നമ്മൾ നാട്ടുകാരായതുകൊണ്ട്. പക്ഷെ നാടിനെ ഉദ്ദേശിച്ച് പറയണമല്ല കേട്ടോ, ഒരു ഉദാഹരണം മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം. ജനറൽ ബോഡി നടക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ വരിസംഖ്യ തരാൻ ബാക്കിയുള്ളവരുണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റൊക്കെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ഓരോട് ചോദിച്ചിട്ടുണ്ടാവും, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വലിയൊരുനാൾ കഴിഞ്ഞിട്ട് തരാം, അല്ലെങ്കിൽ ചെക്കൻ്റെ പൈസ വരാണ്ട് വന്നിട്ട് തരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ജനറൽ ബോഡി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സദസ്സെന്ന ആൾക്കാർ ആരെങ്കിലും ഒരാൾ ചോദിക്കും, ആ പൈസ തരാൻ ബാക്കിയുള്ളവരെ ലിസ്റ്റ് ഒന്ന് വായിക്കണം എന്ന് പറയും. സാധാരണ നമ്മളൊക്കെ നാട്ടിൽ നടക്കുന്നൊരു കാര്യം പറയാണ്. അപ്പോൾ സെക്രട്ടറി പറയും, അതിപ്പോഴേ എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്, ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അറിയും. എത്ര പേര് തരാമെന്ന് പറഞ്ഞെടുക്കുന്നത് പോലെ പേരൊന്നും വായിക്കണം, അത് വായിച്ചിട്ട് ഇനി ഇവിടെ ജനറൽ ബോഡി നടത്തിയാൽ മതി എന്നൊക്കെ പറയും ചിലപ്പോൾ. ഇവിടെ എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് പൈസൻ്റെ ബുദ്ധിമുട്ടാണ്. പള്ളിക്കത്തെ പൈസയും മദ്രസൻ്റെ പൈസയും തരാതിരിക്കാൻ എന്തായാലും കഴിയൂലല്ലോ. നന്നില്ലെങ്കിൽ ഓൻ്റെ ആൾക്കാരെന്തായാലും ലാസ്റ്റ് അടക്കേണ്ടി വരും. തരാതിരിക്കാൻ എന്തായാലും കഴിയൂലല്ലോ. പിന്നെ കുറേയൊക്കെ നമ്മൾ ഇത് പരസ്യമായി വായിക്കുമ്പോൾ അവൻ്റെ അഭിമാനം നഷ്ടപ്പെടുന്നുണ്ട് എന്നൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഒരഭിമാനം ഇല്ലാത്ത ചില ആൾക്കാരുണ്ടാവും, പക്ഷെ അവരെ നമ്മൾ മാറ്റി നിർത്തിയിട്ടേ ഇപ്പോൾ ഈ വിഷയം പറയാൻ പറ്റുള്ളൂ. അത് പോയാലും കുഴപ്പമില്ല, ഞാൻ കൊടുക്കൂല എന്ന് വാശിയുള്ളവരൊക്കെ ഉണ്ടാവും. അത് പിന്നെ മാറ്റി നിർത്തിയിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പൊതുവേ ആൾക്കാർക്ക് പൈസൻ്റെ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒരാളെ ബുദ്ധിമുട്ട് ഏറ്റവും നന്നായിട്ട് അറിയാം ഓനാണ്, മറ്റൊരാൾക്കല്ല. എൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും നന്നായിട്ട് എനിക്കേ അറിയുള്ളൂ, വേറെ ആൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ അത് വായിക്കലല്ല പ്രധാനപ്പെട്ടത്, അത് വായിക്കാതിരിക്കലാണ്. അത് മറ്റൊരാളുടെ അഭിമാനത്തെ പിച്ച് ചീന്തലാണ്. ആ സ്ഥാനത്ത് നമ്മളായിരുന്നു എന്ന് വിചാരിക്കാം. ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം മാറ്റി പറയാം. നമ്മളെ കുട്ടി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടി, ഫസ്റ്റ് ക്ലാസ്സാണ്, 7ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ. അപ്പം നമുക്ക് ആ കുട്ടീനോട് നല്ല ഇഷ്ടം ഉണ്ടാവും. അപ്പം നമ്മൾ പെരേ ചെന്ന് ഈ വിവരമൊക്കെ അറിഞ്ഞിട്ട് ഫസ്റ്റ് ക്ലാസ് ആണെന്ന് മനസ്സിലായി പെരേ ചെന്നാൽ എടാ പൊട്ട അവിടെ വന്നാന്നാണ് സത്യത്തിൽ പറയാം. നമ്മൾ വല്യപ്പാട് നമുക്ക് നല്ല ഇഷ്ടമുണ്ടായി, എന്തോ ഒരു കാര്യത്തിന് വല്യപ്പാട് നല്ല ഇഷ്ടം. എടാ പൊട്ട വല്യപ്പ ഇവിടെ വന്നാൽ നമ്മൾ പറയാം ഇല്ല. അപ്പോൾ വല്യപ്പായോട് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം യഥാർത്ഥത്തിൽ പേരക്കുട്ടിയോടും പറയാൻ പാടില്ല. കാരണം വല്യപ്പാക്ക് പൊട്ടം വല്യപ്പ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുന്നത് അഭിമാനമാണ്, പേരക്കുട്ടിക്ക് പൊട്ടൻ കുട്ടി എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുന്നത് അഭിമാനമാണ്. കുട്ടികളുടെ അഭിമാനത്തിൽ നമുക്ക് യാതൊരു ശ്രദ്ധയില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഒരാളുടെ നമ്മളെ നിലവാരം നമുക്ക് വേഗം മനസ്സിലാവും. അതേസമയത്ത് മറ്റുള്ളവരുടെ നിലവാരത്തെ മനസ്സിലാകാതെ പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പം നമുക്ക് പ്രധാനമന്ത്രിയോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് വിചാരിക്കുക. ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് അഭിപ്രായ വ്യത്യാസം ഉണ്ട് പറയാൻ പാടില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആളുകൾ അദ്ദേഹത്തിന് നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം, നമ്മൾ കൊടുക്കണമല്ല. അതിനാണ് പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത്. അത് നിലനിർത്തിയിട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ. ലോകത്തെ എല്ലാ മനുഷ്യന്മാരും ഒരു നിലയിലല്ലെങ്കിൽ മറ്റൊരു നിലയിൽ അഭിമാനമുള്ളവനാണ്. പിരാന്തം വരെ, പിരാന്തനൊന്ന് പിരാന്താന്ന് വിളിച്ചു നോക്കി വിവരം അറിയും. ലോകത്തെ എല്ലാ മനുഷ്യന്മാരും അഭിമാനമുള്ളവരാണ്. ഒറിജിനൽ പിരാന്തുള്ള ആളാളെ പിരാന്താന്ന് വിളിച്ചു നോക്കി വിവരം അറിയും. പോയ വഴിയിൽ പിന്നെ പുല്ലും കൂടി മുളക്കൂല. അപ്പൊ ലോകത്തെ എല്ലാ മനുഷ്യന്മാരും അഭിമാനമുള്ളവരാണ്. മറ്റുള്ളവരുടെ അഭിമാനത്തെ കളയരുത്. ഞാൻ പറയുന്ന ആശയം നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരിടങ്ങേറ് വരാതെ നോക്കണം, അതാണ് പറയുന്ന ആശയം. അപ്പൊ അത് അഭിമാനം അതിൽ പ്രധാനമാണ്, പരിഹാസം പ്രധാനമാണ്. അല്ലാതെ നമ്മളെ വിരയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പമ്പേഴ്സ് അടുത്ത വിരയിലെ പറമ്പൊക്കെ വലിച്ചെറിയൽ മാത്രമല്ല മനുഷ്യന്മാരടങ്ങേറാക്കൽ പറഞ്ഞത്. നമ്മൾ ബ്രോസ്റ്റിന്റെ പെട്ടി കൊടുന്നാണ്ട് തുറക്കുമ്പോൾ പൈസ ഇല്ലാത്ത അയൽവാസിയുടെ പെരേക്ക് വാസന പോകലും അടങ്ങേറാക്കൽ തന്നെ. ഈ അയൽവക്കം എന്ന് പറയുന്നത് താൽക്കാലികവും സ്ഥിരവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. സ്ഥിരമായ അയൽവക്കുണ്ട്, നമ്മൾ സ്ഥിരതാമസമാക്കിയ വീടിൻ്റെ പരിസരത്തുള്ള ആൾ സ്ഥിരമായ അയൽവാസിയാണ്. താൽക്കാലികമായി ഗൾഫ് പോയിട്ട് ഒരാൾ താമസിക്കുകയാണ്, നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള റൂമിൽ താമസിക്കുന്ന ആൾ താൽക്കാലികമായ അയൽവാസിയാണ്. നമ്മൾ പലപ്പോഴും ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള പെരയിൽ കല്യാണം പറയലില്ല. കല്യാണം ഓഡിറ്റോറിയത്തിൽ നടത്തും,
ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള വീട് നമ്മളെ താൽക്കാലികമായ അയൽവാസിയാണ്. ഇവിടെ അങ്ങനെ ബിരിയാണിയുടെ വാസന വരുമ്പോൾ ആ പെരയിൽ കുട്ടികളുണ്ടാവും. ഓലിപ്പോൾ എന്നിപ്പോൾ മനുഷ്യന്മാർക്ക് ബിരിയാണി വാങ്ങി കൊടുക്കലൊന്നും പ്രായോഗികമല്ല. അതേസമയത്ത് 2500 ആൾക്കാരോട് കല്യാണം പറഞ്ഞ അമ്മക്ക് ആ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള ഒരു 4 പേരിൽ കല്യാണം പറയാന്നുള്ള അത്ര പ്രയാസമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അയൽപക്ക ബന്ധം സ്ഥിരവും താൽക്കാലികവും ഒക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളെ കൊണ്ടൊരു മനുഷ്യനെ ഇടങ്ങേറുണ്ടായിരുന്നേ, ഗുണം മാത്രമേ എന്നാലോചിക്കണം. അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കണം. അതാണ് 5-ാമത്തെ കാര്യം. 6-ാമത്തെ കാര്യം സ്വാലിഹീങ്ങളുമായി കൂട്ടുകെട്ട് നടത്തുക എന്നുള്ളതാണ്. ചാര്യത മണക്കും. അത് പഴമക്കാർ പറയണത് മാത്രമൊന്നല്ല, അത് ശരി തന്നെയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിലെ ഏറ്റവും ഉന്നതനായ മനുഷ്യനാണ്. എന്താ കാരണം? മുത്തുനബിയാണ് കൂട്ടുകാരൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്താ? സിദ്ദീഖുൽ അക്ബറാണ് കൂട്ടുകാരൻ. അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്നാണ്. മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിന്റെ മേലായിരിക്കുന്നതാണ്. ഏത് മനുഷ്യന്റെയും, നമ്മളെ കുട്ടിയൊക്കെ ഒരു കല്യാണം വന്നു, നമ്മൾ കല്യാണാലോചന നടക്കുമ്പോൾ ആദ്യം എന്താ ചോദിക്കുക? അവൻ്റെ ചങ്ങായിമാരൊക്കെ ആരാന്നാ ചോദിക്കുക. ഒരു നല്ലൊരു കല്യാണാലോചന വന്നാൽ ഔദ്യോഗികമായ അന്വേഷണം നടക്കുന്നതിന് മുമ്പ് അസർസ്കരിക്കാൻ വേണ്ടി ഓലെ പേരൻ്റെ അടുത്തുള്ള നിസ്കാര പള്ളിയൊക്കെ നിസ്കരിച്ചാൻ പോകും. അങ്ങനെ ആ പള്ളി കയറി അസർസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ചായപ്പൊടി കയറിയിട്ട് ഒരു മധുരമില്ലാത്ത ചായ, ഒരു ലഡു കടിയെടുത്തുങ്ങാണ്ട് ഇങ്ങനെ ഇരുന്ന് കുടിക്കും. അപ്പോൾ അവിടെ അങ്ങനെ കുറേ ആൾക്കാർ ചായ കുടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓരോട് ചോദിക്കും, നമ്മളെ അബ്ദുറഹ്മാൻ ഹാജിയുടെ മൂത്ത മകൻ സുലൈമാനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കും. അപ്പോൾ നാട്ടുകാർ പറയും, ചെറുക്കനൊന്നും കുഴപ്പമില്ല, വളരെ ഉഷാറാണ്, പെരയ്ക്ക് പറ്റിയവനാണ്, അധ്വാനിച്ച് നിന്നവനാണ്, ഓൻ്റെ ചെങ്ങായിമാരൊക്കെ ഒരു കോച്ചറായി ആണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആള് കോച്ചറായി ആണ് എന്ന്. അൽ മർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലായിരിക്കും എന്നാണ് അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സ്വാലിഹീങ്ങളുമായി പരിചയക്കാരായാലും കുഴപ്പമില്ല. പരിചയവും കൂട്ടുകെട്ടും രണ്ടാണ്. നാട്ടുകാർ മുഴുവൻ നമ്മളെ പരിചയക്കാരായി ഒരു കുഴപ്പമില്ല, എല്ലാവരും ചെങ്ങായിമാരാക്കാൻ പറ്റില്ല. ചെങ്ങായിമാരാക്കുന്നത് ഇങ്ങോട്ട് ഉപകാരമുള്ളവരെ മാത്രമാണ് കൂട്ടുകാരാക്കേണ്ടത്. മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ചിന്തയും കൂട്ടുകാരൻ്റെ പ്രവർത്തനവും കൂട്ടുകാരൻ്റെ വിശ്വാസവും സ്വാധീനിക്കും. മദ്യപാനം, ലഹരി ഉപയോഗത്തിൻ്റെ കാരണം എന്താ? കൂട്ടുകെട്ട്. ലഹരി ഉപയോഗത്തിൻ്റെ കാരണം കൂട്ടുകെട്ടാണ്. ലഹരി ഉപയോഗം ഇല്ലാതിരിക്കണമെങ്കിൽ നല്ല കൂട്ടുകെട്ടുണ്ടായിരിക്കണം. അതാണ് സ്വാലിഹീങ്ങളുമായുള്ള കൂട്ടുകെട്ട്. നല്ല ആളുകളെ കാണണം, നല്ലവരുമായി ഒരാൾ സ്വാലിഹാണെന്ന് എങ്ങനെ മനസ്സിലാകുക? അതും നല്ല പറയാം. ഒരു മനുഷ്യൻ സാലിം എന്ന് പേരിട്ടുകൊണ്ടൊന്നും കാര്യമില്ല, സ്വാലിഹ് എന്ന് പേരിട്ടിട്ടും കാര്യമില്ല. ഒരു മനുഷ്യൻ സ്വാലിഹാണെന്ന് എങ്ങനെ മനസ്സിലാവും? ഒരു മനുഷ്യൻ സ്വാലിഹാണെന്ന് മനസ്സിലാവാനുള്ള 1-ാമത്തെ അടയാളം തൊള്ളേത്തെ നാവ് അടങ്ങിയിരിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കലാണ്. സംസാരം കുറയലാണ് സ്വലാഹിയ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. ഒരു മനുഷ്യൻ സ്വാലിഹാണോ അല്ലയോ എന്ന് നോക്കാനുള്ള 1-ാമത്തെ അടയാളം, ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, അവൻ്റെ സംസാരം കുറഞ്ഞു വരുന്നുണ്ടോ അവൻ സ്വാലിഹാൻ. അല്ല, വർത്താനം കൂടുതലായി വരുന്നുണ്ടോ സ്വലാഹിയത്തിൻ്റെ ലക്ഷണമല്ല. ശൈത്താൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വാധീനിക്കുമ്പോൾ, ശൈത്താൻ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ സ്വാധീനമുറപ്പിക്കുമ്പോൾ ആദ്യം പിശാച് സ്വാധീനിക്കുന്നത് നാവിലായിരിക്കും. അതുകൊണ്ട് നാവിന് നിയന്ത്രണമുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് സ്വാലിഹാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. സ്വാലിഹീങ്ങളുമായി കൂട്ടുകൂടണമെന്നതാണ് 6-ാമത്തെ കാര്യം. 7-ാമത്തെ കാര്യം, അദബിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ഇൽമിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് മര്യാദ, അദബ്. ഇൽമ് 2-ാം സ്ഥാനത്തും അദബ് 1-ാം സ്ഥാനത്തുമാണ് എന്നാണ്. ഇൽമ് പഠിപ്പിക്കുന്നതിന് മുമ്പ് പഠിപ്പിക്കൽ നിർബന്ധമാവും അദബ്. കുട്ടികൾക്ക് ഇൽമ് പഠിപ്പിക്കുന്നതിന് മുമ്പ് അദബ് പഠിപ്പിക്കൽ നിർബന്ധമാണ് എന്നാണ്. അതുകൊണ്ട് ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് അതിൻ്റെ മര്യാദ പാലിക്കുന്നതിന് എന്നാണ്. മുസ്ഹഫ് എടുക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് മുസ്ഹഫിൻ്റെ മര്യാദ പാലിക്കുക. മുസ്ഹഫ് എടുത്തില്ലെങ്കിൽ കാഫിറാവില്ല. മുസ്ഹഫ് എടുത്തിട്ട് നജസാക്കിയാൽ ആൾ കാഫിറാവും, മുർത്തദ്ദാവും. ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് ആ വിഷയത്തിൻ്റെ മര്യാദകൾ പാലിക്കുന്നതിന്. എപ്പോഴും മര്യാദക്ക് 1-ാം സ്ഥാനമുള്ളത്, ഇൽമിന് 2-ാം സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ട് അദബുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. എല്ലാവരോടും അദബുണ്ട്. ഗുരുനാഥന്മാരോട് അദബുണ്ട്, മുതിർന്നവരോട് അദബുണ്ട്, കുട്ടികളോട് അദബുണ്ട്,
സ്ഥാനമാനങ്ങളുള്ളവരോട് അതവുണ്ട്, വിവരമുള്ളവരോട് അതവുണ്ട്. ഡോക്ടറെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറാണെങ്കിലും ആര് ചികിത്സിക്കുന്ന ഡോക്ടറാണെങ്കിലും ഡോക്ടറെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം എന്നാണ്. ഡോക്ടർമാര് കഴുത്തിൽ സ്റ്റെത്തസ്കോപ്പ് എന്നുകൊണ്ടൊരു സാധനം ഇടും. എന്തിനാ സത്യത്തിൽ അത് ഇടുന്നത്? ചില ഉസൂലുകൾ ഉണ്ട് എന്നാണ്. പഴയ കാലത്ത് നമ്മളൊക്കെ നാട്ടിൽ 40 ദിവസം 10 ദിവസമൊക്കെ വയല് അറിയാൻ വേണ്ടി മൗലവിമാർ വരും. അങ്ങനെ ദീർഘമായ വയലാണ് ഉണ്ടാകുക. അപ്പോൾ വയല് കഴിഞ്ഞാൽ വയല് അറിയണ മൗലവര് അവിടുന്നാണ്ട് പോയിട്ട് അടുത്ത നാട്ടിൽ പോയിട്ട് അവിടുത്തെ പള്ളിക്കാരെ കടന്നുറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് രാവിലെ പോകും. അങ്ങനെയാണ് ചെയ്യുക. ഇപ്പം നമ്മളിവർക്കൊക്കെ വേദന വരികയാണെങ്കിൽ ഇവിടുന്നാണ് പോയിട്ട് വളാഞ്ചേരി പള്ളി കയറിയിട്ട് കടന്നുറങ്ങും. എന്നിട്ട് അവിടുന്നാണ്ട് രാവിലെ പോകും. അല്ലെങ്കിൽ ഇവിടുന്നാണ് പോകുന്നത് പെരുന്തവണ്ണ പള്ളി കയറി കടന്നുറങ്ങിയിട്ട് അവിടുന്ന് അങ്ങനെ പഴയ കാലത്ത് വേദന എന്നാ. എന്താ കാരണം? ഈ നാട്ടിൽ വന്ന് വയല് പറഞ്ഞാൽ വയല് പറയുന്ന മൂല്യരും വയല് കേട്ട നാട്ടുകാരും തമ്മിൽ ഗുരു ശിഷ്യ ബന്ധം സ്ഥിരപ്പെടും. ഗുരുവും ശിഷ്യന്മാരുമാവുമ്പോൾ ഗുരുവിനോട് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് പാലിക്കാൻ നാട്ടുകാർ ബാധ്യസ്ഥരാവും. പക്ഷെ പഴയ കാലം അവനാനെ കടന്നുറങ്ങാൻ സ്ഥലമില്ലാത്ത കാലമാണ്. അതുകൊണ്ട് ഗുരു അവിടുന്ന് പോയാൽ പിന്നെ ആ പ്രശ്നമില്ലല്ലോ എന്നുള്ളതാണ് അവിടുന്ന് പോയിട്ട് വൈക്ക കടന്നുറങ്ങിയിട്ട് ബാക്കി പിന്നെ പോയിരുന്നതിൻ്റെ കാരണം. ഇതുപോലെ വൈദ്യനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം. അതിന് വൈദ്യനെ കാണുമ്പോൾ വൈദ്യനാണെന്ന് അറിയണ്ടേ? അതിനാണ് സ്റ്റെത്തസ്കോപ്പ് എന്ന് പറയുന്ന സാധനം കഴുത്തിലിടുന്ന രീതി വന്നത് എന്നാണ്. അപ്പോൾ ഡോക്ടറെ കണ്ടാൽ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറാണെങ്കിലും നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലെങ്കിലും എഴുന്നേറ്റ് നിൽക്കണം. അതൊരു മര്യാദയാണ്. അപ്പം മര്യാദകൾക്ക് ഒന്നാം സ്ഥാനം. ഒരു ഓഫീസിൽ നമ്മൾ ചെന്നാൽ നിൽക്കുകയാണ് ആദ്യം വേണ്ടത്. ഇരിക്കാൻ പറഞ്ഞാൽ പിന്നെ അവിടെ ഒട്ട കസാല ഇരിക്കാനുള്ള തന്നെയാണ്, പിന്നെ ഇരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ എല്ലാ സ്ഥലത്തെയും ഒരു വീട്ടിൽ ചെന്നാൽ സോഫ കൊട്ടിയിട്ട് ഇരിക്കാൻ പാടില്ല എന്നാണ്. അവിടെ ഇരിക്കുക, ചളിയായ ആകും, അതിനുള്ള തന്നെയാണ് സർഫ് വരണേ. അതിനെന്നെ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുള്ളത്. സോഫ കൊട്ടിയ എന്താ കുഴപ്പം? അത് വീട്ടുകാർ വൃത്തിയില്ലാത്തവരാണ് എന്ന് പറയുന്നതിന് സമാനമാണ്. അപ്പോൾ അത് വീട്ടുകാരെ മോശാക്കലാവും. അതുകൊണ്ടാണ് കൊട്ടാതിരിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിയാൽ എല്ലാവരും അർഹതയില്ലാത്തത് പിടിച്ചു പറ്റുക. വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഷട്ടറിൻ്റെ ഉള്ളിൽ കൂടെ കൊടട്ടുങ്ങാണ്ട് സീറ്റ് പിടിച്ചിട്ട് അർഹതയില്ലാത്ത സീറ്റ് ആദ്യം കയറിയവർക്കുള്ള സീറ്റ് കൊടട്ടവർക്കുള്ളതല്ലോ. അങ്ങനെ ഒരു നിയമം ഇല്ലല്ലോ എവിടെയും. കൊട ഇടാന്നോ ബാഗ് ഇടാന്ന് പറഞ്ഞിട്ടൊരു നിയമമല്ല ആദ്യം കയറിയവർക്കുള്ള. അപ്പം നമ്മൾ അർഹതയില്ലാത്തത് വരെ പിടിച്ചടക്കിയിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ ദ്വാരക്കാണ് അല്ലാഹുമ്മർഹംനീ യാ അർഹമർ റാഹിമീൻ. സംഗതി നടക്കൂല. ഇതന്നെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അദബിന് വലിയ പ്രാധാന്യം. 8ാമത്തെ കാര്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നല്ലോണം സ്നേഹിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചെയ്യുന്ന കുറേ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൂടുതൽ അടുപ്പമുള്ളതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഇപ്പം നിസ്കരിക്കും നമ്മളെല്ലാവരും. മുൻകഴിഞ്ഞ ഉമ്മത്തുകൾക്കും നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മുൻകഴിഞ്ഞ ഉമ്മത്തുകൾക്ക് ഇല്ലാത്തൊരു കാര്യമായിരുന്നു ബാങ്ക്. ഫർദ് നിസ്കാരത്തിന് ബാങ്ക് ഇഖാമത്ത് കൊടുക്കുക. അത് നമുക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് ഫർദ് നിസ്കരിക്കുമ്പോൾ ബാങ്ക് ഇഖാമത്ത് ഒഴിവാക്കരുത്. അത് മുത്തുനബിനോടുള്ള ബന്ധമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് എന്ന് പറഞ്ഞത് അല്ലാഹു അക്ബറിൻ്റെ പ്രഖ്യാപനമല്ല. കാരണം അല്ലാഹു അക്ബറിൻ്റെ പ്രഖ്യാപനമാണെങ്കിൽ ഇബ്രാഹിം നബിക്ക് ബാങ്ക് ഉണ്ടാവണം. അവ്വലമൻ ഖാലഹ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ആദ്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആൾ ഇബ്രാഹിം നബിയാണ് അലൈഹിസ്സലാം. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ബാങ്കില്ല. അപ്പോൾ ബാങ്ക് അല്ലാഹു അക്ബറിൻ്റെ പ്രഖ്യാപനമല്ല. ബാങ്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനവുമല്ല. അങ്ങനെയാണെങ്കിൽ നൂഹ് നബിക്ക് ബാങ്കുമാണ്. നൂഹ് നബിക്ക് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. മൂസ നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. മൂസ നബി അലൈഹി ഇസ്ലാമിന് ബാങ്കില്ല. മൂസ നബി അലൈഹി ഇസ്ലാമിനും ബാങ്കുവാണല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനാണെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ നബിക്കും ഉണ്ടല്ലോ, ഈസാ നബിക്കും ഉണ്ടല്ലോ. പിന്നെ ബാങ്ക് എന്താണ്?
വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ബാങ്ക്. അതുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ബാങ്ക് കൊടുക്കാൻ കഴിയാതായത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത്. നബി തങ്ങൾ വഫാത്തായി, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് അറിഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ബാങ്ക് കൊടുക്കൂലാർന്നു. അങ്ങനെ നാട് വിട്ടുപോയി. ഒരിക്കൽ മദീനയിൽ വന്ന ഉടനെ തന്നെ അതേമാതിരി തിരിച്ചുപോയി. പിന്നെ രണ്ടാമതൊരിക്കൽ മദീനയിൽ വന്നു. ആകെ 2 പ്രാവശ്യം പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്ത് വന്നിട്ടുള്ളൂ. രണ്ടാമതൊരിക്കൽ കൂടി വന്നപ്പോൾ എല്ലാവരും ഒരു ബാങ്ക് കൊടുക്കണം നിർബന്ധിച്ചു. സമ്മതിച്ചില്ല, ഞാൻ കൊടുക്കൂലാർന്നു. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു രംഗത്ത് വന്നു, ഒരു ബാങ്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. മുത്തുനബിയുടെ പേരക്കുട്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ പിന്നെ കേൾക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ബിലാൽ ബാങ്ക് കൊടുക്കാൻ നിന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പറഞ്ഞു, ഒരു പ്രയാസമില്ല. എല്ലാവരും കേട്ടു. മദീനയിൽ പഴയകാലം തിരിച്ചു വന്നു എന്നെല്ലാവർക്കും തോന്നി. എല്ലാവരും വീട്ടിൽ നിന്ന് ബാങ്ക് കേൾക്കാൻ വേണ്ടിയൊക്കെ പുറത്തേക്ക് നിന്നിട്ട് കാതൊക്കെ കൂർപ്പിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ഒരു പ്രയാസമില്ല. അഷ്ഹദു അന്ന മുഹമ്മദ് എന്ന് പറഞ്ഞോടുകൂടെ ബിലാൽ റളിയല്ലാഹു അൻഹു ഖറ സഇഖാ, ബോധരഹിതനായി വീണു. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കൂല എന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ പറയാനുള്ള പ്രയാസമല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള പ്രയാസമല്ല, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാൻ കഴിയൂല. എന്തുകൊണ്ട്? ബാങ്ക് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഇഷ്കിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വളരെ അടുപ്പാണ് ബാങ്കിനുണ്ട്. നമ്മളെല്ലാവരും നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ ബാങ്ക് കൊടുക്കൂല. പള്ളിക്കത്തെ ജമാഅത്തിന് ബാങ്ക് കൊടുക്കും. എന്നാ കൊടുക്കല്ലേ എന്നൊക്കെ ചോദിക്കും. നമ്മൾ പള്ളിക്കത്തെ ജമാഅത്തിന് മാത്രമാണത്. ഓ, നമ്മളെ ബാങ്ക് ഇഖാമത്ത് കൊടുക്കാനുള്ള ഉസ്സാറ് കണ്ടാൽ നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെ തോന്നും. ഇല്ല, ഒറ്റക്ക് നിസ്കരിച്ചുമ്പോൾ വേഗം ചെന്ന് കണ്ട് അല്ലാഹു അക്ബർ എന്നാണ്. അവിടെ ബാങ്ക് ഇഖാമത്തില്ല. ശരിക്കും നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ബാങ്ക് ഇഖാമത്തും കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം അത് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ്. മുൻകാല ഉമ്മത്തികൾക്കില്ലാത്തതും ഈ ഉമ്മത്തിനുള്ളതുമായ പ്രത്യേകത പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടങ്ങാത്ത താല്പര്യമാണ് എന്നതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി സ്നേഹിക്കണം. 9ാമത്തെ കാര്യം, ആഴ്ചയിൽ ഒരു ദിവസം മരിച്ചവർക്കൊരു യാസീൻ ഓതണം. വെള്ളിയാഴ്ച രാവായ വളരെ നന്നായി. എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ മരണപ്പെട്ടവർക്കൊരു യാസീൻ ഓതണം. അവർ നമ്മളൊരു യാസീൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ദൈഫായ ഹദീസിൽ ഇങ്ങനെ റജബ് 27 ഷാബാൻ 15 വെള്ളിയാഴ്ചയുടെ ഒക്കെ രാവിലെ മരണപ്പെട്ടു പോയ ആളുകളുടെ ആത്മാവുകൾ വീടിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുമെന്ന് വന്നിട്ടുണ്ട്. വീട്ടുകാരെ, ഞങ്ങളുടെ കുടുംബക്കാരെ, ഞങ്ങളുടെ സ്വത്തുകളൊക്കെ നിങ്ങൾ ഓഹരി ചെയ്തെടുത്തു, നിങ്ങൾ ഞങ്ങളെ മറന്നോ എന്ന് റജബ് 27 രാവ്, ഷാബാൻ 15 രാവ്, വെള്ളിയാഴ്ച രാവിലൊക്കെ മരണപ്പെട്ടവരുടെ ആത്മാക്കൾ വീടിൻ്റെ വാതിൽക്കൽ വന്ന് വിളിച്ചു പറയും എന്ന് കാണാം. അപ്പം അതുകൊണ്ട് വെള്ളിയാഴ്ച രാവ് പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു യാസീൻ ഓതി ദ്വാരക്കുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. 10ാമത്തെ കാര്യം, ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണം. റമദാൻ മാസം തഹജ്ജുദ് തുടങ്ങാൻ ഏറ്റവും നല്ല മാസമാണ്. കാരണം നമ്മളെല്ലാവരും സുബീൻ്റെ മുമ്പ് എഴുന്നേൽക്കലും എന്തായാലും അത്താഴം കഴിക്കാൻ. സുബഹി നിസ്കരിച്ചിട്ട് ഒതുണ്ടാക്കിയിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒന്ന് നല്ലോണം അവനാൻ്റെ സ്വന്തം കാര്യത്തിന് ദ്വാരക്കുക. ദ്വാൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പിഷ്കന്മാരാണ്. സ്വന്തം ദ്വാ, അവനാന് വേണ്ടി ദ്വാരക്കുന്ന കാര്യത്തിൽ മനസ്സറിഞ്ഞ് ആരും അറിയാതെ അള്ളാഹു നമ്മൾ മാത്രം അറിയുന്ന തരത്തിലുള്ള ദ്വായുടെ കാര്യത്തിൽ നമ്മൾ വളരെ പിഷ്കന്മാരാവാറുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം ശീലമാക്കിയാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫർദ് നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് അല്ലാഹു തആല തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. ഫർദ് നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാക്കി. നമുക്ക് തഹജ്ജുദ് നിസ്കാരം സുന്നത്തേ ഉള്ളൂ, വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഒരു 2 റക്അത്ത്
തീരെ ഉറങ്ങാത്ത ആളുകൾക്കും രാത്രിയുടെ ആദ്യത്തെ 2 ഭാഗം, രാത്രിയെ 3 ഭാഗമാക്കി ആദ്യത്തെ 2 ഭാഗം അല്ലെങ്കിൽ രാത്രി പകുതി കഴിഞ്ഞതിന് ശേഷം തഹജ്ജുദ് നിസ്കരിക്കാമെന്നാണ്. പക്ഷെ അതിൻ്റെ പേരിൽ വ്യത്യാസമുണ്ട്. ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കുന്നതിന് തഹജ്ജുദ് എന്നും ഉറങ്ങാതെ നിസ്കരിക്കുന്നതിന് ഖിയാമുൽ ലൈൽ എന്ന് പറയും. 2 മുത്തലക്കായ സുന്നത്ത് നിസ്കാരമാണ്. അപ്പോൾ 2 റക്അത്ത്. ഉറങ്ങാത്തവരാണെങ്കിലും വാച്ച്മാനാണ് ഒരാളും വിചാരിക്കുക, അയാൾക്ക് ഉറങ്ങാൻ പറ്റൂലല്ലോ, ഉറങ്ങിയാൽ ജോലി പോകുമല്ലോ, അപ്പോഴും വേണ്ട നിസ്കരിക്കുക. അപ്പോൾ രാത്രി പകുതി കഴിഞ്ഞാൽ നിസ്കരിക്കുക, അല്ലെങ്കിൽ രാത്രിയുടെ 2 ഭാഗം കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കുക, അല്ലെങ്കിൽ ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് മനസ്സറിഞ്ഞ് ദ്വാരക്കുക. ഒന്ന് ആക്ബത്ത് നന്നാവാനാണ് ദ്വാരക്കേണ്ടത്. എപ്പോൾ ദ്വാരക്കാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്വാ ആക്ബത്ത് നന്നാവാനാണ്. പിന്നെ പ്രധാനമായും ദ്വാരക്കേണ്ടത് ഈമാൻ സ്ഥിരപ്പെട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. കടം വീടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും മക്കൾ സ്വാലിഹ്യങ്ങളാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് അതിനു വേണ്ടി സ്വകാര്യതയിൽ ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഒരു സമയമായി തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള സമയം മാറ്റണം. 10 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 10ഉം ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ്. 1 ബിസ്മി ദായിമാക്കുക, 2 ഒളു, പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ഒളു ഉണ്ടാക്കുക, 3 കിടക്കുമ്പോൾ ദിക്റും സലാത്തും ചൊല്ലുക, 4-മത്തേത് നേരത്തെ എഴുന്നേൽക്കുക, 5-മത്തേത് ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, 6-മത്തേത് സ്വാലിഹ്യങ്ങളുമായുള്ള അടുപ്പം സൂക്ഷിക്കുക, 7-മത്തേത് അദബിന് വലിയ പ്രാധാന്യം കൊടുക്കുക, 8-മത്തേത് മുത്തുനബിനെ നല്ലോണം സ്നേഹിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം, 9-മത്തേത് ആഴ്ചയിൽ ഒരിക്കൽ മരിച്ചവർക്ക് യാസീൻ ഓതി വരക്കുക, 10-മത്തേത് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സ്വന്തം കാര്യം